ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്റ്റീവ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റും അതേപോലെ വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ടായില്ല എന്ന് പറയണേ. അതേപോലെ വണ്ടി സ്ലോ സ്പീഡിൽ നിൽക്കില്ല, സ്റ്റാർട്ടായാൽ തന്നെ സ്ലോ സ്പീഡിൽ നിൽക്കില്ല, അതാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ നിലവിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ കാർബറേറ്ററിൻ്റെ ഭാഗത്താണ് കേട്ടോ. കാർബറേറ്റർ പുതിയ കാർബറേറ്ററാണ് ഇത് ഇരുന്നായിരുന്നത്. പക്ഷേ കാർബറേറ്ററിൻ്റെ ജെറ്റൊക്കെ ബ്ലോക്ക് ആയിരുന്നു. അതായത് സ്ലോ ജെറ്റൊക്കെ ബ്ലോക്ക് ആയിട്ടാണ് വണ്ടി സ്ലോ സ്പീഡിൽ നിൽക്കാത്തതിൻ്റെ മെയിൻ റീസൺ. അപ്പോൾ കാർബറേറ്റർ നമ്മൾ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റാക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിച്ചു നോക്കിയായിരുന്നു. അപ്പോൾ നിലവിൽ കാർബറേറ്ററിൻ്റെയാണ് മെയിൻ പ്രോബ്ലം. പിന്നെ അത് കൂടാതെ ഒരു കംപ്ലയിൻ്റ് ഉള്ളത് ഈ ഹൈ ടെൻഷൻ കോയിൽ, ഈ വന്ന HT കോയിൽ കംപ്ലയിൻ്റ് ആണ്. ഇതാണ് നമ്മുടെ വണ്ടിയിൽ വരുന്ന പഴയ കോയിൽ. അത് ലീക്കായിട്ട് ടേപ്പൊക്കെ ചെയ്ത് വെച്ചായിരുന്നതാണ്. അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ അഴിക്കണ സമയത്ത് ഇവിടെയൊക്കെ അത് എർത്തിങ് കാണിച്ചതും പ്രകാരം നമ്മൾ അതും മാറ്റിയിട്ടുണ്ട്. കാരണം അതല്ലെങ്കിൽ ഇനിയിപ്പോൾ മഴയാണ് വരാൻ പോവുക. അപ്പോൾ മഴയത്ത് ഈർപ്പടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ബോഡി എർത്തായിട്ട് എപ്പോഴും കംപ്ലയിൻറ്റ് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് ഐറ്റം പ്ലഗ് അഡാപ്റ്റർ എന്ന് അതിനെ പറയാം, പ്ലഗ് അഡാപ്റ്ററും ഹൈ ടെൻഷൻ കോയിലും, ആ രണ്ട് കോയിലും മാറ്റി, കോയിലും അഡാപ്റ്ററും മാറ്റിയിട്ടുണ്ട്. കാർബറേറ്ററിൽ വരുന്ന സ്ലോ ജെറ്റ് മാറ്റി കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയിട്ടുണ്ട്. അത്രയാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ കാർബറേറ്റർ, പുതിയ കാർബറേറ്റർ എന്താ ക്ലീൻ ചെയ്യേണ്ടി വന്നതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോൾ ആ രീതിയിലുള്ള പെട്രോളാണ് നമ്മൾ യൂസ് ചെയ്യണത്. കാരണം എത്തനോളാണ് 20%. അത് ഈ കാർബറേറ്ററിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അലുമിനിയമാണ്. അലുമിനിയമായിട്ട് എത്തനോൾ റിയാക്ഷൻ വന്നിട്ട് കെമിക്കൽ റിയാക്ഷൻ ഉണ്ട്. അത് മൂലമാണ് ഈ ഒരു ചെറിയ പൊടി പോലെ വന്നിട്ടാണ് സംഭവം ബ്ലോക്കായി പോകുന്നത്. അത് കുറേ കൂടി കഴിയുമ്പോൾ ചില കേസിൽ കുറേ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കൊക്കെ പുതിയ കാർബറേറ്റർ ആണെങ്കിൽ പോലും പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ പെട്രോൾ ആ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ കിട്ടാനുള്ളൂ, വേറെ മാർഗ്ഗമില്ല. അപ്പോൾ ആ രീതിയിൽ ഉപയോഗിക്കാം. പിന്നെ നിലവിൽ നമ്മുടെ ഈ വണ്ടിയിലേക്ക് സ്കൂട്ടർ മോഡൽ വണ്ടികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വണ്ടി സ്റ്റാർട്ട് ആവുന്ന സമയത്ത് മാത്രമാണ് ടാങ്കിൽ നിന്ന് പെട്രോൾ കാർബറേറ്ററിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. ഇത് നമുക്ക് ആ ഫംഗ്ഷൻ കംപ്ലയിൻ്റ് ആണ്. കാരണം ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ ത്രൂ ഔട്ട് ഫുൾ ടൈം പെട്രോൾ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ ശരിക്കും വരാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ വണ്ടി സ്റ്റാർട്ടാവുമ്പോൾ വാക്യൂം ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പെട്രോൾ ഇറങ്ങി കാർബറേറ്ററിലേക്ക് വരാൻ പാടുള്ളൂ. ഇതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇത് ഈ റബ്ബർ പൈപ്പൊക്കെ എപ്പോൾ വേണമെങ്കിലും പൊട്ടാം. എന്തെങ്കിലും കടിച്ചിട്ട് അതിലൊക്കെ പൊട്ടാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അതൊരു സേഫ്റ്റി വാൽവ് പോലെ വർക്ക് ചെയ്യുന്ന സംഭവമാണ്. അത് കംപ്ലയിൻ്റ് ആണ്. ഇപ്പം നിലവിൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുന്നതിന് അത് പ്രശ്നമല്ലെങ്കിൽ കൂടി അത് മാറ്റിയിടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഈ ഇരിക്കണ ഐറ്റം കേട്ടോ. അത് മാറ്റുമ്പോൾ അതിലേക്ക് കണക്ട് ചെയ്ത് വരുന്ന ആ 2 പൈപ്പുകളും കൂടി റബ്ബർ പൈപ്പാണ്, അതും കൂടി മാറ്റി പുതിയത് ഇടേണ്ടതായിട്ട് വരും. ഏകദേശം ഒരു 400-480 രൂപ അടുത്ത് വില വരും ഈ ടാപ്പിന്. പൈപ്പിന് ഒരെണ്ണത്തിന് 100 ചില്ലാൻ രൂപ വരുന്നുണ്ട്. ഒരെണ്ണം ഏകദേശം ഒരു 50-55 രൂപ ഒരെണ്ണത്തിന് വരുന്നത് പെട്രോൾ പൈപ്പിന്. വാക്യൂം പൈപ്പിന് 100-120 രൂപ അടുത്ത് വാക്യൂം പൈപ്പ് വരും. അപ്പോൾ അതും കൂടി ചെയ്താലാണ് നമുക്ക് അത്രയും ഭാഗം ക്ലിയർ ആവുള്ളൂ. വണ്ടി ഓടിക്കുന്നതിന് ക്ലിയറായിട്ട് ഇപ്പോൾ ധൈര്യമായിട്ട് ഓടിക്കും. അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ പൈപ്പ് ഇവിടെ എവിടെയെങ്കിലും പൊട്ടിയ കാര്യങ്ങൾ ചെയ്താൽ തൊട്ടപ്പുറത്താണ് അതിൻ്റെ ഇഗ്നിഷനൊക്കെ വർക്ക് ചെയ്യുക. കാരണം സൈഡൊക്കെ എർത്തിങ്ങൊക്കെ എപ്പോഴെങ്കിലും വന്നുകൂടായികയൊന്നുമില്ല. കാര്യം ഇപ്പോൾ നമ്മൾ കോയിലൊക്കെ പുതിയത് ഇട്ടണമെന്നുണ്ടെങ്കിലും ഭാവിയിലൊക്കെ അതൊരു പ്രോബ്ലമായിട്ട് വന്നേക്കും. തന്നെയല്ല എപ്പോഴും പെട്രോൾ വന്നു നിൽക്കുന്നത് കാർബറേറ്ററും നല്ലതല്ല. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം. അതും കൂടി ഞാൻ മാറ്റി ഇപ്പോൾ ഈ പെട്രോളിൻ്റെ ടാപ്പും ആ പൈപ്പ് അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ ഡീറ്റെയിൽസ് വാട്സപ്പിലിടാം. അതിനകത്ത് കോയിൽ അസംബ്ലി വരും, പ്ലഗ് അഡാപ്റ്റർ വരുന്നുണ്ട്, കാർബറേറ്റർ ക്ലീനർ, അത് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്പ്രേ ആണ്, അത് വരും, സ്ലോ ജെറ്റ് വരും, പെട്രോളിൻ്റെ ടാപ്പും വാക്യൂം പൈപ്പും പെട്രോൾ പൈപ്പും അത്രയും ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ വണ്ടി ഓടിച്ചു നോക്കിയപ്പോൾ ബ്രേക്കൊന്നും ഇല്ല വണ്ടിക്ക്. ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ തീർന്ന് കിടക്കുക. അപ്പോൾ അത് മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അതേപോലെ വണ്ടി ഓടിക്കുമ്പോൾ ഈ ഫ്രണ്ടിലത്തെ ഷോക്കപ്പൊക്കെ കംപ്ലൈൻറ്റാണ്. ബാക്കിലത്തെ ഷോക്കും കംപ്ലൈൻറ്റ് ഉണ്ട്, ഫ്രണ്ടിലത്തെ ഷോക്കും കംപ്ലൈൻറ്റ്. ഈ ഫ്രണ്ടിലത്തെ ഷോക്ക് ഒരു ഗട്ടറിലേക്ക് പോയി വേണം വണ്ടി എടുത്ത് അടിക്കാൻ മുകളിലേക്ക്. കാരണം അതിൻ്റെ ഹൈഡ്രോളിക് ആക്ഷനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർമ്മയിൽ ശ്രദ്ധിച്ചോളാം. അത് കംപ്ലൈൻ്റ് ആണ്. ബാക്കിലത്തെയും വലിയ താമസിച്ചായിട്ട് മാറ്റേണ്ടി വരും. ഇപ്പോൾ ഷോക്ക് രണ്ടും മാറ്റി ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി മഴയാണ് വരാൻ പോവുക, സ്കിഡിങ് സാധ്യതയൊക്കെ കൂടുതലായിരിക്കും. ഗട്ടറിലൊക്കെ ചെന്ന് ചാടുമ്പോഴത്തേക്കും വണ്ടി തെറിക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ റോഡുമായിട്ടുള്ള ബന്ധം പോവും. അപ്പോൾ അതൊന്ന് നോക്കിയേക്കാം. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്കിൻ്റെ ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്.